സിസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസ്ജെൻഡർ റോളുകൾ ചെയ്യട്ടെ, നേരെ മറിച്ച് തിരിച്ചും വേണ്ടേ. ട്രാൻസ് പേഴ്സൺസും ഈ പറഞ്ഞ കണക്ക് സ്ത്രീകളായിട്ടോ പുരുഷന്മാരായിട്ടോ ചെയ്യാനുള്ള അവസരം വേണം. പക്ഷെ നമുക്ക് അതില്ല. ക്യാമ്പസിൽ ട്രാൻസ്ജെൻഡേഴ്സ് പഠിക്കുന്നുണ്ട്, നമ്മൾ പൊതുവിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഇപ്പോൾ ട്രാൻസ് പേഴ്സൺസ് ഉണ്ട്, പക്ഷെ അത് സിനിമകളിൽ എത്തുന്നില്ല എന്നുള്ളൊരു സങ്കടം. അവിടേക്ക് ഈ ഓഡിഷൻ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോഴും അത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോകാൻ കാരണവും ഓഡിഷൻ കൾച്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കങ്കണ റണൗട്ട് എമർജൻസി ചെയ്യുകയാണ്. അടിപൊളിയാണ്. ഇറ്റ് വാസ് റിയലി ഗുഡ്, ഇറ്റ് വാസ് റിയലി ഫൺ. അവരായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ആസ് എ ഫിൽം മേക്കർ ഓൾസോ അവർ അത്യാവശ്യം വളരെ സോർട്ടഡ് ആണ്. 40 ദിവസത്തോളം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ 40 ദിവസവും ഞാൻ പ്രണവിനോടൊപ്പം ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാരവൻ്റെ അകത്ത് ഇത്രയും കാലം ആ സമയത്തൊക്കെ ക്യാരവൻ്റെ അകത്ത് കയറി നിൽക്കുന്നത്. ഞാൻ ഫുൾ പ്രണവിനോടൊപ്പമായിരുന്നു. ഞാൻ ശോഭയായിട്ട് അകത്തിരുന്നതും പുറത്തിരിക്കുന്നതൊക്കെ സെയിം ആട്ടോ, ഭയങ്കര കൂട്ടാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസവും കൂടി വിളിച്ച് സംസാരിച്ചു, അഖിലായിട്ട് സംസാരിക്കാറുണ്ട്, റിനോഷായിട്ട് സംസാരിക്കാറുണ്ട്, എല്ലാവരുടെ അടുത്തും സാഗർ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് സാഗറായിട്ട് കോൺടാക്ട് ഉണ്ടോ എന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലൊക്കെ പോയി. ഡിഫറൻസ് വെച്ചാൽ ഇവിടെ നമുക്ക് മലയാളത്തിലാണ് അതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു റൈസ് ഒരു ചിക്കൻ കറി ആണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഒരു റൈസ് ചപ്പാത്തി ഒരു ചിക്കൻ ഒരു ഫിഷും ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടുന്നതിൻ്റെ ഒരു കുറച്ച് എക്സ്ട്രാ. ഒരു പാട്ട് പാടി വൈറലായതാ 2023. അതേതായാലും കടല കട. അതെ, ആ പാട്ട് ഞാൻ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതാ. ഹായ്, ദിസ് ഇസ് മീനാക്ഷി. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. ഇന്ന് LLB എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് ഡയറക്ടർ സിദ്ദിഖ് സർ, അശ്വത്, വൈശാഖേട്ടൻ ആൻഡ് നാദരയാണ്. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. താങ്ക് യു. ആദ്യം തന്നെ നമുക്ക് നിങ്ങളുടെ റെസ്പെക്റ്റീവ് റോൾസിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാലോ. നാദരയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ ഈ മൂവിയിൽ റോഷ്നി എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞാൻ ഇവരുടെയൊക്കെ സീനിയറാണ് കോളേജിലെ. അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞങ്ങളൊക്കെ LLB സ്റ്റുഡൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. ഓഫ് കോഴ്സ് അപ്പോൾ എന്തായാലും കുറച്ച് സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു മൂവിയാണ്. പിന്നെ കൂടുതൽ കഥ പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ പ്രശ്നം അതാ. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ കാണുക. അശ്വതേട്ടൻ്റെ പേരാണല്ലോ. സഞ്ജു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരു ബാച്ചാണ്. അപ്പോൾ ബാച്ചിൽ കുറച്ച് ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ കോളേജ് ജീവിതം കഴിഞ്ഞിട്ടുള്ള കുറേ ലൈൻസ് ഇതിൽ പറയുന്നുണ്ട്. അതിൽ വരുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. ഓക്കെ. പിന്നെ കുറച്ച് സസ്പെൻസ് ത്രില്ലർ സ്വഭാവമുള്ളത് നമുക്ക് അങ്ങനെ കൂടുതൽ പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് ഫാമിലി ത്രില്ലർ എന്നാ പറയാറുള്ളത്. ഓക്കെ. ഞാനതിൽ സൽമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പറയുന്നത്. സൽമാൻ ഒരു കോഴിയാണ്. നമ്മുടെ ബാസിയും ഞാനും സിബിയും സൽമാൻ എന്നുള്ള 2 ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ കോളേജിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അശ്വത്തിനെ മീറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു ലൈഫിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് പടത്തിലുള്ളത്. ക്യാമ്പസ് ലൈഫ് മൂവി. ക്യാമ്പസ് ലൈഫ് എന്തായാലും പറയാൻ പറ്റില്ല, കാരണം ക്യാമ്പസിൽ നടക്കുന്നതല്ല ഇതിൻ്റെ മെയിൻ ഫോക്കസ്. ക്യാമ്പസിന് പുറത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഒരു. എന്നാലും നമുക്ക് ഹൃദയം പോലെയോ അങ്ങനെ അല്ലെങ്കിൽ ആനന്ദം പോലെയോ പറയുന്ന ഒരു മൂവി ആയിട്ടിരിക്കുമോ? അല്ല, ഡിഫറെന്റ് ആണ്, വളരെ ഡിഫറെന്റ് ആണ്, ത്രില്ലർ ആണ് അല്ലേ? നമുക്ക് എന്നാൽ ഡയറക്ടർ സാർ എന്നറിയാം, എന്താണ് LLB ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്നാണ് അതിന്റെ പേര്. ഈ നമ്മൾ ശരിക്കും കോളേജിന്റെ ഒരു പശ്ചാത്തലം ചോദിച്ചല്ലോ. നമ്മളെ കഥ തുടങ്ങുന്നത് കോളേജിലാണെങ്കിലും പിന്നീട് ഞങ്ങളത് വിട്ട് പുറത്തേക്ക് പോയി തിരിച്ച് പിന്നെ ഫിനിഷിങ്ങിൽ കോളേജിലേക്ക് വരുന്നത്. പക്ഷെ നമ്മളൊരു ക്യാമ്പസ് സ്റ്റോറി എന്നുള്ള രീതിയിലല്ല, അതിലപ്പുറം അന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി കുറച്ച് ഡെപ്തുള്ള സംഗതികൾക്ക് പോയി തിരിച്ചു വരുന്നുണ്ട്. സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആണ്. പോലീസ് മൈൻഡഡ് ആയിട്ട് എങ്ങനെയാണ് ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ ആ ഒരു സംഭവം? കാക്കിക്കുള്ളിലെ കല ഉണ്ടോ അല്ലെന്നുള്ളതൊക്കെ ഇവരൊക്കെയാണ് പറയേണ്ടത്, പ്രേക്ഷകരൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ എൻ്റെ ഒരു അംബിഷൻ ആൻഡ് പാഷൻ ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു. ഒരിക്കലും ഒരു സിനിമ സംവിധായകനാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ സിനിമയോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയായിരുന്നു. അതെയോ? അത് പിന്നെ നേരൊന്നും കണ്ടില്ല. ഒരു ചെറുതായിട്ട് ഇങ്ങനെ കണ്ണി പോട്ടാതെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ കാണും തോന്നും. ഇനിയൊരു പടം ഇറങ്ങാനൊക്കെ ഇല്ലേ? ഇപ്പൊ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ അത് ഞാൻ ഇറങ്ങും. 6 അതെ, ആക്ട് ചെയ്തിട്ടുണ്ട്. ഓ, അപ്പൊ കാക്കിക്കുള്ളിലെ കലാകാരൻ തന്നെ. അല്ല, അപ്പൊ അതില് ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോൾ പ്രോപ്പർ ലീവ് വേണം, പ്രോപ്പർ സാങ്ഷൻ, ഹോം സെക്രട്ടറിയുടെ സാങ്ഷൻ വേണം. ഞങ്ങളെ കമ്മീഷൻ മുഖാന്തരം IG, ADGP, സ്റ്റേറ്റ് പോലീസ് ചീഫ്, പിന്നെ ഹോം സെക്രട്ടറി, മുഖ്യമന്ത്രി ഒപ്പിട്ട് പേപ്പർ വന്നതിന് ശേഷമേ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാനോ ഡയറക്ഷനോ അഭിനയിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കടമ്പുള്ളതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് അത്രയും അതിൻ്റെ പുറകെ നിന്നുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അത്രയും പാഷനേറ്റ് ആയതുകൊണ്ടാണല്ലോ അത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. പിന്നെ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് 4 വർഷം 5 വർഷം ഇതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ അറിയാം. അത് നമ്മൾ ഈ ഡ്രീം ഒന്ന് ഒരു റിയൽ ആകാൻ വേണ്ടിയിട്ട് ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ഞങ്ങൾക്ക് ആ സമയത്തൊന്നും ലീവ് എടുത്ത് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മളിതിൻ്റെ പണിപ്പുരയുള്ള സമയത്ത് ലീവ് എടുത്ത് മാറി നിൽക്കാൻ പറ്റില്ല. ഷൂട്ടിൻ്റെ സമയത്ത് മാത്രമേ ലീവ് എടുത്തത്. അപ്പോൾ അതിന് കണ്ടെത്തുന്ന സമയം എന്ന് പറയുന്നത് രാത്രി 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാത്രി 11 മണി മുതലാണ് ഞങ്ങൾക്കുള്ള കോൾസ് അവസാനിക്കുന്നത്, നമുക്കുള്ള ടാർഗറ്റ് അവസാനിക്കുന്നത്. അത് നമ്മൾ ഉറങ്ങാനുള്ള സമയം അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള സമയം കട്ട് ചെയ്തിട്ടാണ് ശരിക്കും ഒരു 3 മണി വരെ 4 മണി വരെയൊക്കെ ഉറക്കമൊഴിച്ച് അത് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റൂ, അതുമില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അത്രക്കും അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം പകൽ സമയത്തൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. രാത്രി അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി ഇതിനു വേണ്ടി മാത്രം ഒരുപാട് കാലം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ വിശാഖേട്ടനൊക്കെ വരികയാണെങ്കിൽ കുപ്പി എന്നുള്ള ക്യാരക്ടർ അത് ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞൊരു ക്യാരക്ടറാണ്. ഫസ്റ്റ് മൂവി തന്നെ അത്രയും ഒരു റീച്ച് എത്തുക എന്നുള്ളത്. ഇപ്പോൾ പിന്നെ അതൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറുകയാണ്, ആ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതിൽ ഇപ്പോൾ LLB വരെ എത്തി നിൽക്കുന്നു. ബോളിവുഡിലൊക്കെ പോയി, അത് വേറെ കാര്യം, അത് നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എൻഷുർ ചെയ്തുകൊണ്ടിരുന്നത്? അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഓണസ്റ്റ്ലി ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പിന്നോട്ടാണ്. അതൊരു റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ഒരു ബാധ്യതയും കൂടെ ആവാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. കാരണം എല്ലാ ക്യാരക്ടറും കുപ്പി പോലെ ആവില്ലല്ലോ. എല്ലാ ക്യാരക്ടറും അത് തന്നെ ആയാൽ നമുക്കും ബോറിംഗ് ആവും. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ഗ്യാപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തു. പിന്നെ ഒന്നുകൂടെ നല്ല ക്യാരക്ടേഴ്സ് വന്ന് തുടങ്ങിയപ്പോഴാണ് പിന്നെ വീണ്ടും സിനിമയിലേക്ക് നല്ല ക്യാരക്ടേഴ്സായിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു തീരുമാനത്തോടെ സ്ഫടികമായിട്ട് മാറി അല്ലേ? അതറിയില്ല. പക്ഷേ LLB ഒക്കെ ആ വന്ന കളക്ഷൻ ഓഫ് ഫിലിംസിൽ ഒരെണ്ണമായിരുന്നു. വേറെ ഒരു ക്യാമ്പസ് ഫിലിമാണ്, യെസ്, പക്ഷേ എന്നാൽ ഒരു കുപ്പി പോലത്തെ ഒരു ക്യാരക്ടർ അല്ല, അങ്ങനത്തെ ഒരു സിനിമയല്ല, അങ്ങനത്തെ ഒരു പ്ലോട്ടേ അല്ല. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കിക്ക് കിട്ടുക. അപ്പോൾ സാറിനോട് താങ്ക് യു. ഈ ഒരു ഫിലിമിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു രസമായിരുന്നു. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ക്യാമ്പസ് ഒരു ഭയങ്കര ഫ്ലേർട്ടി ആയിട്ടുള്ള ഒരു ഫൺ ആയിട്ടുള്ള ക്യാരക്ടർ ആദ്യമായിട്ടാണ്. ഒരു മിനി കുപ്പി ക്യാരക്ടർ ആയിരിക്കുമോ? കുപ്പി ഒരിക്കലും ഫ്ലേർട്ടി അല്ലല്ലോ, അവൻ പൊട്ടണല്ലേ. ഇതിനകത്തായിരുന്നില്ല. ഇത് കുറച്ച് വേറെ ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടർ. നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയും ചിരിയും തമാശ മാത്രമല്ല LLB. ഇത് വേറെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ഡെപ്ത് ഉണ്ട്. 3 കഥാപാത്രങ്ങളും ബാസിയും വിശാഖും അശ്വത്തിനും ഡെപ്ത് ഉണ്ട്. ഒരു ത്രില്ലർ ആയതുകൊണ്ട് അതിൻ്റെതായ വേറെ ഒരു ഷെയ്ഡുമുള്ള ഒരു ഫിലിമും അതുപോലത്തെ ക്യാരക്ടേഴ്സും കൂടെയാണ് എല്ലാവരും. അശ്വത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ഡോർ കൈൻഡ് ഓഫ് ബോയ്, ലൈക്ക് അങ്ങനെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആയിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ഒരാളെന്നൊരു ഫീലിംഗ് വരത്തില്ല. നമുക്ക് എപ്പോഴോ കണ്ടറിയാവുന്ന ഒരാളെന്നൊരു ഫീലായിരുന്നു. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലേക്ക് ഓഡീഷൻസ് അതുവഴി തന്നെയാണ് എത്തുന്നത്. ഓഡീഷൻ ഇല്ലാതെ എനിക്ക് തോന്നുന്നു എന്നെ ഫസ്റ്റ് നേരിട്ട് വന്ന് സംസാരിച്ച് കണ്ടത് LLBക്ക് ആണ്. LLB ഹൃദയം കഴിഞ്ഞതിന് ശേഷം സാറ് വരുന്നതും ഞങ്ങളിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി. മറ്റേത് രാവിലെ 10 മണിക്ക് എവിടെയെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഹോട്ടലിൽ ഓഡീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിന് 4-5 മണിക്ക് ഇവിടെ എത്തി ക്യൂ നിന്ന് രജിസ്റ്റർ ചെയ്ത് കയറി വന്ന് എന്തെങ്കിലും ചെയ്ത് പിന്നെ ഞങ്ങളെ വിളിച്ച് അങ്ങനെയൊക്കെ വരുന്നൊരു പ്രോസസ്സായിരുന്നു കുറേ കാലം. അത് മാറിയിട്ട് ഇതിലേക്ക് വന്ന ഒരു ടൈമായിരുന്നു LLB എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇമോഷണലി ഞാൻ കണക്റ്റും കൂടെയാണ് ഈ മൂവിയിലും ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാരോടും. LLBയിൽ ഈ ക്യാരക്ടറിനെ പറ്റി കേട്ടപ്പോൾ ഓക്കെ ഐ ഷുഡ് ഡു ദിസ് എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ നരേഷനായിരുന്നു. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ACP എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ് എൻ്റെ മുമ്പിലിരുന്ന് കഥ പറയുന്നത് എന്നുള്ളത് ഭയങ്കര ഞാൻ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും. പിന്നെ പുള്ളി ഓരോ പോയിന്റും എവിടെ ക്യാം വെച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്നത് വരെ വളരെ കൃത്യമായിരുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോട്ട് ഇങ്ങനെ ചെയ്യാം എന്നൊന്നും അല്ല പറഞ്ഞത്. ഈ ഷോട്ട് ഇങ്ങനെ ഇവിടെ വെച്ച് ആ സമയത്ത് നീ എങ്ങനെയാണ് എണീറ്റ് വന്ന് ഇത് പറയുന്നത് എന്നൊക്കെ ഉള്ള വളരെ ക്ലിയർ ആയിട്ട് നമ്മളൊരു ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുത്ത് പറഞ്ഞത്. അപ്പോഴേ വിചാരിച്ചു പുള്ളി എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് അവസാനം അറിയാം, പക്ഷേ പണി അറിയാമെന്നുള്ള ഒരാൾ തന്നെയാണ് എന്നുള്ള ഒരിത്. കാരണം ഇതിനു മുമ്പ് ഞാൻ സാധനം കണ്ടിട്ടില്ല, സാധനം പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര അത് തന്നെയായിരുന്നു ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള. നാദ്ര ഇപ്പോൾ ബിഗ് ബോസ് വഴി ആളുകളുടെ എല്ലാം മനസ്സിലിങ്ങനെ കയറി നാദ്രയുടെ അവിടുത്തെ കോമഡിയും എല്ലാം ആൾക്കാർ ഏറ്റെടുത്ത് ഒരു സമയം കൂടിയാണ്. സെറ്റിലും ഭയങ്കര കോമഡിയാണ്. അതെ അല്ലേ? അതാ ഞാൻ ചോദിക്കാൻ വന്നത്. സെറ്റ് എനിക്കറിയില്ലല്ലോ ഇത് കോമഡിയാന്നുള്ളത്, അതാ പ്രശ്നം. ഞങ്ങൾക്കറിയാലോ. അതാ ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയിട്ടോ ഇത്രയും തമാശകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കി. നാദ്രയുടെ വേറൊരു ഫേസ് ആണ് നമ്മൾ കണ്ടത് ആക്ച്വലി ബിഗ് ബോസിലൂടെ. പക്ഷെ അത് നല്ല രസമായിട്ടുള്ളതാണല്ലോ ആൾക്കാർ ഇത്രയും ഏറ്റെടുത്തത്. LLB ഇതിന് മുന്നേ ആയിരുന്നില്ലേ ഷൂട്ട് ഉണ്ടായിരുന്നത്? അതെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സെറ്റിൽ എക്സ്പീരിയൻസ്? ഇത്രയും ഒരു വലിയൊരു ഹ്യൂജ് കാസ്റ്റ് ആണ്, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു വലിയ സെറ്റാണ്. കാരണം ക്യാമ്പസ് മൂവിയാണ്, അപ്പോൾ അത്രയും സ്റ്റുഡൻസ് ഒക്കെ വരുന്ന ഒരു ഇതാണ്. നമ്മളൊക്കെ അത്യാവശ്യം കൂട്ടായിരുന്നു. ഞാൻ കാസ്റ്റിംഗ് കോൾ വഴിയാണ് വന്നത്. അതും എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് കോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ബാസി നായകനാകുന്ന സിനിമയിലേക്ക് ഒരു ട്രാൻസ്ജെൻഡർ നായിക ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാസ്റ്റിംഗ് കോൾ വന്നത്.
അപ്പം ഞങ്ങൾ ഈ കാസ്റ്റിങ്ങിന് പ്രത്യേകത ഉള്ളത്, അന്ന് കാസ്റ്റിങ്ങിന് വന്ന ഈ ഓൺലൈൻ ആഴ്ചയിൽ നിന്ന് സെലക്ട് ചെയ്ത 20 ആളുകൾക്ക് ഇതുപോലെ നേരിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, മീൻസ് കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന എല്ലാവർക്കും ടീ ഒക്കെ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഓഡീഷനൊക്കെ ആയിരുന്നു ഇവിടെ നടന്നത്. അതിൽ നിന്ന് കിട്ടി. പിന്നെ സെറ്റിലേക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മൾ. ചില സമയങ്ങളിൽ സെറ്റുകളിലെ പ്രശ്നമൊക്കെ നമുക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഇഷ്യൂസൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാവരോടും നമുക്ക് സ്പേസ് ഉണ്ട്. ഇപ്പം ഡയറക്ടർ സാറിൻ്റെ അടുത്തൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും അതൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മളെല്ലാവരും അധികം നല്ല കൂട്ടാകുന്നത് ആ സെറ്റ് വെച്ചിട്ടാണ്. ഹൃദയത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സ്റ്റാർ കിഡ്സ് ഇൻവോൾവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വിനീതേട്ടൻ ഉണ്ട്, അതുപോലെ പ്രണവ് മോഹൻലാൽ ഉണ്ട്, അവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഹൃദയത്തിലെ അതൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പോഴൊക്കെ പറഞ്ഞു, എന്നാലും ഭയങ്കര രസമായിരുന്നു. നല്ല ഇവരെയൊക്കെ നമുക്ക് ആക്ച്വലി നമുക്ക് ഓൺ സ്ക്രീൻ അല്ലേ പരിചയമുള്ളവരെയൊക്കെ, അപ്പോൾ ഓഫ് സ്ക്രീൻ അവരെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അത്ര അറിയില്ല. നമ്മളെയൊക്കെ പോലെ തന്നെ. ഓൺ സ്ക്രീൻ വരാൻ നേരത്ത് വേറെ ആൾക്കാരൊന്നും ആവാറില്ല, അതുപോലെ തന്നെയാണ് നിൽക്കാറ്. ഈവൻ മൂവി ചെയ്യുന്ന സമയത്ത് ക്യാരക്ടേഴ്സിനനുസരിച്ച് മാറുമെന്നുള്ളതല്ല, നമുക്ക് ഭയങ്കര ഇടപെടാൻ ഭയങ്കര രസമാണ് ഇതിനോടൊപ്പം. നമ്മളെ വേറെ മാറ്റി നിർത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും. ഞാൻ ഹൃദയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ 40 ദിവസത്തോളം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ 40 ദിവസവും ഞാൻ പ്രണവിനോടൊപ്പം ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാരവൻ്റെ അകത്ത് ഇത്രയും കാലം ആ സമയത്തൊക്കെ ക്യാരവൻ്റെ അകത്ത് കയറി നിൽക്കുന്നത്. ഞാൻ ഫുൾ പ്രണവിനോടൊപ്പമായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്ര ഒരു ഞങ്ങളുടെ ഡയറക്ടർ അതിനെ അനുവദിക്കുകയും നിൽക്കാനും പറ്റുകയൊക്കെ ചെയ്യും. ആ ഒരു ഫ്ലോയിലങ്ങ് പോയി അല്ലേ. ഇപ്പോൾ ഇത് ത്രില്ലർ ആണെന്ന് പറഞ്ഞു. ഈ ഇപ്പോൾ പോലീസ് കമ്മീഷണർ ആയെന്ന് ചോദിക്കുകയാണ്, ഈ ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ കണ്ട സംഭവങ്ങളൊക്കെ ഇൻസ്പയർഡ് ആയാണോ ഈ ത്രെഡ് വന്നത്? ഒരു പക്ഷേ അതൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു ഇന്ന സംഗതി നമ്മൾ എടുത്ത് പകർത്തി എഴുതിയതല്ല. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ ലൈഫിലുണ്ടായത്, സർവീസിൽ പോലീസ് സർവീസിലുണ്ടായ ചെറിയ ചെറിയ സംഗതികളൊക്കെ ചിലപ്പോൾ അതിലൂടെ കയറി വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ ഇന്നത് നമ്മളിങ്ങനെ കോപ്പി ചെയ്തു എന്നുള്ളതിൽ അങ്ങനെയല്ല. നമ്മളെ പോലീസ് സർവീസിൽ ഇതുവരെ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ചിലപ്പോൾ അതിലേക്ക് കയറി വന്നിട്ടുണ്ടാകും. എന്നാലും എങ്ങനെയാണ് ഈ ത്രെഡ് ആദ്യം ഇങ്ങനെ ഒരു മൂവി എടുക്കാമെന്ന് തോന്നിയത്? അല്ലെങ്കിൽ 4 years ബിഫോർ ആണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്രൈമുകൾ കണ്ട് അതല്ല, ഇത് ശരിക്കും ഈ ത്രെഡ് കിട്ടുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള, ഞാൻ പെരിന്തൽമണ്ണ സി ആയിരിക്കുമ്പോൾ അവിടുന്ന് പാലക്കാട് ക്രൈം ബ്രാഞ്ചിലേക്ക് ഒരു ട്രാൻസ്ഫർ ഉണ്ടായി. അതൊരു 2 hours ജേണി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് എനിക്ക് അതിൻ്റെ ഒരു ത്രെഡ് മനസ്സിൽ കയറിയത്. അന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല ഇത് ഡെവലപ്പ് ചെയ്യണം, നല്ല സാധനമാണ് തോന്നി, ഇത് സ്ക്രിപ്റ്റ് ചെയ്യണം, അറിയാവുന്ന ഏതെങ്കിലും നല്ലൊരു ഡയറക്ടറെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് വന്ന് പിന്നെ നമ്മളെ ചീഫ് അസോസിയേറ്റൊക്കെ ഇത് സ്ക്രിപ്റ്റ് വായിച്ചത് സാർ തന്നെ ചെയ്യണം. ചിലപ്പോൾ ഞാൻ കഥ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ കഥ പറയുന്നത് കിട്ടുന്നതല്ലോ, ഇത് സാർ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അല്ല, അവർ ഇതിപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയാലും ശരി, മുജീബ് ആയാലും ശരി, ഇതിൻ്റെ അസോസിയേറ്റും ഒക്കെ ആയിട്ടുള്ള സുധീഷേട്ടനും അതുപോലെ തന്നെ ജംനാസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ അണിയറയിലുള്ള ആൾക്കാർ സാറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാരണം സാറിൻ്റെ തിരക്കുകളും പണിയുടെ ഇതൊക്കെ നമുക്കറിയാം. കാരണം ഇവർ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഒരുപാട് ഓടിയിട്ടുണ്ട്. സാറിന് എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ വേറെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന സമയത്ത് ഈ ആളുകളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് 1-2 ദിവസം ഇരിക്കും. ഞങ്ങളെ ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ വേറെ റൂം എടുത്തിട്ടൊക്കെ ഇരിക്കും. അതൊക്കെ രാത്രി ആയിരിക്കും. അതാ പ്രശ്നം. 11 മണിക്ക് ശേഷം. എന്നിട്ട് ഇത് ബ്രഷപ്പ് ചെയ്ത് ഇത്രയും എഫേർട്ടുള്ള ഒരു മൂവിയാണ്. ഇത്രയും വർഷത്തെ എഫേർട്ട്, നല്ല എഫേർട്ട്. എന്നെ സംബന്ധിച്ച് നല്ല എഫേർട്ട് എന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ടുള്ള മൂവി. ഈ പേരിലേക്ക് എത്തിച്ചേർന്നത് എത്തിയത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ LLBക്ക് പഠിക്കാൻ വരുന്ന കുറച്ച് സ്റ്റുഡൻസിൻ്റെ സംഗതികളാണ് അതിൽ പറയുന്നത്. അതിലൂടെ നമ്മൾ ഈ ക്യാമ്പസ് സ്റ്റോറി അല്ലാതെ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് സംഗതികൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടും കൂടിയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം നമ്മൾ എഴുതിയ സമയത്ത് ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്ന് കൂട്ടിച്ചേർക്കാൻ കാരണം. തീർച്ചയായിട്ടും ഒരു ഡ്രീം പ്രൊജക്ട് എന്ന് തന്നെ പറയാം. എന്നെ സംബന്ധിച്ച് ഡ്രീം പ്രൊജക്ട്. അതെ. അപ്പോൾ ഈ കാസ്റ്റിലേക്ക് എത്തിയതോ, ഈ ഇന്ന ആൾക്കാരെ കാസ്റ്റിലേക്ക് എത്തിയത് ശരിക്കും ഞങ്ങൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് ഇതിന് ആരാണ് ആപ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണ്ട് മനനം ചെയ്തിട്ട് തന്നെയാണ് ഓരോ ആളുകളെ കാസ്റ്റ് ചെയ്ത് ശരിക്കും പെർഫെക്റ്റ് ആണെന്നുള്ള 100% ബോധ്യം വന്നതിന് ശേഷം തന്നെ. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ഒരു കുപ്പിയൊക്കെ നമ്മളെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇത് വിശാഖ് ചെയ്താലായിരിക്കും ഏറ്റവും നന്നത്. അതുപോലെ ഹൃദയമാണ് ശരിക്കും അശ്വത്തിനെ നമ്മളെ മനസ്സിലേക്ക് അടുപ്പിച്ചത്. അപ്പോൾ ഈ ക്യാരക്ടർ ഇദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ നന്നാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാദരയുടെ കാര്യം നമ്മൾ ഓഡീഷനിൽ വന്നപ്പോൾ അപ്പോൾ ഈ നാദര ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് തോന്നി. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് 100% ബോധ്യപ്പെട്ടതിന് ശേഷം ഇവരായിട്ട് മുന്നോട്ട് പോയി.
ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മൂവി എന്ന് പറയും. ഇപ്പോൾ കാസ്റ്റിംഗ് കോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫിലിം ഫീൽഡിൽ ട്രാൻസ് വ്യക്തികൾ അഞ്ജലി അമീർ പോലെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഫിലിം ഫീൽഡിൽ ഒരു പ്രവണത കാണാറുണ്ട്. ഇപ്പോൾ ട്രാൻസ് ആയിട്ട് തന്നെ അഭിനയിക്കേണ്ട ആളാണെങ്കിലും അങ്ങനെ അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അഭിനയിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കാണാറുണ്ട്. എന്ത് തോന്നുന്നു ആ ഒരു അപ്രോച്ചിനോട്? എന്ത് തോന്നുന്നു? അപ്പോൾ നമുക്ക് ഇപ്പം മലയാള സിനിമയെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റേസിലൊരു പടത്തിലും ഒരു ട്രാൻസ്ജെൻഡർ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു ആ കുട്ടി. ചെയ്യട്ടെ, സിസ്റ്റൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസ്ജെൻഡർ റോളുകൾ ചെയ്യട്ടെ. നേരെ മറിച്ച് തിരിച്ചും വേണ്ടേ, ട്രാൻസ് പേഴ്സൺസും ഈ പറഞ്ഞ കണക്ക് സ്ത്രീകളായിട്ടോ പുരുഷന്മാരായിട്ടോ ചെയ്യാനുള്ള അവസരം വേണം. പക്ഷെ നമുക്കതില്ല. മാത്രമല്ല, നമ്മുടെ ഇപ്പം ഈ സിനിമയിൽ ഒരു ക്യാമ്പസിൽ ട്രാൻസ്ജെൻഡർ റോളായിട്ട് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ അതൊരിടത്തും ബൈനറി ഇത് കാണിക്കുന്നില്ല. നാദിറ ട്രാൻസ് ആണ് അല്ലെങ്കിൽ റോഷ്നി ട്രാൻസ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പൊതുവിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? കാരണം ക്യാമ്പസിൽ ട്രാൻസ്ജെൻഡേഴ്സ് പഠിക്കുന്നുണ്ട്. നമ്മൾ പൊതുവിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഇപ്പോൾ ട്രാൻസ് പേഴ്സൺസ് ഉണ്ട്. പക്ഷെ അത് സിനിമകളിൽ എത്തുന്നില്ല എന്നുള്ളൊരു സങ്കടം. കാരണം മലയാള സിനിമ ഇങ്ങനെയൊക്കെ ഇത്രത്തോളം ഡെവലപ്പ് ആയി എന്ന് പറയുമ്പോഴും നമുക്കിതുപോലെ സിദ്ദിഖ് സാറോ അല്ലെങ്കിൽ ജിയോ ബേബി സാറിനെ പോലെ ആളുകൾ വേണ്ടി വരുന്നു. അത് വളരെ ചുരുക്കമാണ്. ഇത്തരം ആളുകളെ ഉൾപ്പെടുത്തി ഒരു സിനിമ ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സോ വളരെ ചുരുക്കമാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പം മാറ്റമുള്ളത് ഈ പറഞ്ഞ ഹിന്ദി സിനിമ മേഖലയിലേക്കാണ്. അവിടെ കുറച്ചും കൂടി ആൾക്കാർക്ക് സ്പേസ് ഉണ്ട്. ഇപ്പം വെബ് സീരീസിലൊക്കെ ഒത്തിരി ആളുകൾ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സിനിമകൾ ഇപ്പോഴും കുറച്ചും കൂടി 10 വർഷം പിറകിലായിട്ട് നിൽക്കുന്നത്. കാരണം ഒരു ബസ് യാത്ര ഞാൻ എടുത്തു പറയുമ്പോൾ നമ്മൾ വലിയ ലെങ്ത് നായികയായിട്ടൊന്നും ഒരു പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, തിയേറ്റർ സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാൻ നാളൊരു മലയാള സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ക്യാരക്ടർ റോൾ മതി. സാധാരണ ഒരു നാട്ടുകാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ അഡ്വക്കേറ്റോ എന്തെങ്കിലും ആയിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ആളായിട്ടെങ്കിൽ പോലും. പക്ഷെ അതൊക്കെ കോമൺ ലൈഫ് നടക്കുന്നുണ്ട്. പക്ഷെ സിനിമകളിൽ വരുമ്പം ഇപ്പോഴും ആണ് പെണ്ണ്. കാസ്റ്യൂം കോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം എല്ലായിടത്തും ബൈനറി ചെയ്ത് പറയും ആൺകുട്ടികൾ ഇത്ര വയസ്സ്, പെൺകുട്ടിക്ക് ഇത്ര വയസ്സ്, അത്രേ ഉള്ളൂ. അപ്പുറത്തേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാസ്റ്റിംഗ് കോള് സാറിൻ്റെയാണ്. ഈ പറഞ്ഞ കണക്ക് ഈ പടത്തിൻ്റെ കാസ്റ്റിംഗ് കോളാണ്. ട്രാൻസ്ജെൻഡർ നായികയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് കോള് കണ്ടത്. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല, ഇപ്പം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ആലോചിച്ച് നോക്കണം, നമ്മൾ ഈ സിനിമയുടെ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം ഐ തിങ്ക് ഇപ്പം ഇത്ര മാസമായി, അപ്പം അത്രയും സമയം കഴിഞ്ഞിട്ട് പോലും മറ്റൊരു കാസ്റ്റിംഗ് കോള് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ. പക്ഷേ ഹിന്ദിയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഭാഷ അറിയില്ല, അതാ പ്രശ്നം. ഇങ്ങനെ അപ്ലൈ ഒരേ നോക്കായിരുന്നു എന്നാണ് ആഗ്രഹം. ഭാഷയൊക്കെ പഠിക്കാൻ പറ്റും. അതെ. നാളുടെ കാര്യം പറയുകയാണെങ്കിൽ പല ഫീൽഡുകളിലായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആക്ടിംഗ് കൊണ്ട് ബിഗ് ബോസിലുണ്ടായിരുന്നു, അതുപോലെ റിപ്പോർട്ടറാണ്. എന്തായിട്ട് അറിയപ്പെടാൻ ശരിക്കും ആക്ടിംഗ് തന്നെയാണോ പാഷനായിട്ട്? ഇല്ല, ഞാൻ ഒട്ടും അഭിനയ ആഗ്രഹം കുട്ടിക്കാലത്ത് ഇങ്ങനെ അഭിനയ മോഹമായിട്ട് നടന്ന ഒരാളെ അല്ല കേട്ടോ. ഇങ്ങനെ അൺഎക്സ്പെക്ട്ലി വന്നതാണ്. എൻ്റെ ഫസ്റ്റ് മൂവി ഫ്രീഡം ഫൈറ്റ് ജിയോ ബേബി സാറിൻ്റെ മൂവിയിലാണ്. അപ്പം അത് ചെയ്തപ്പോൾ ഒരു ആഗ്രഹം. ലൊക്കേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, ആൾക്കാർ നമ്മളെ കുറച്ചും കൂടി അറിയപ്പെടും, ഒരു എസ്റ്റാബ്ലിഷ് ആയി നിൽക്കാൻ പറ്റും. അപ്പം അതിന് മുൻപ് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് സോഷ്യൽ വർക്കും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മാധ്യമ ഫീൽഡൊക്കെയാണ്. ഞാൻ അത്യാവശ്യം ന്യൂസ് റീഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയം. പക്ഷേ എന്തോ ഇപ്പോഴും എല്ലാ സ്പേസിലും ഉണ്ട്. പക്ഷെ ഇന്നതാണ് നാദിറ എന്നുള്ളത് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. കാരണം എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, സോഷ്യൽ വർക്ക് നടത്തുന്നുണ്ട്, ഈ പറഞ്ഞ ന്യൂസ് റീഡിങ് അല്ലെങ്കിൽ ആങ്കറിങ് നടത്തുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടും വേണമെങ്കിൽ. ഒരു പാട്ട് പാടി വൈറലായതാ 2023. ഞാനത് കാണാറില്ല കേട്ടോ. അതെ, ആ പാട്ട് ഞാൻ കേൾക്കുമ്പോൾ തന്നെ ഒരു നമ്മൾ പാടിയെന്നുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ പാട്ടോ നമ്മൾ സംസാരിച്ചതോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ക്രിഞ്ച് അടിക്കും. അതെ, പ്രശ്നം. അതെവിടെ പോയാലും ഇപ്പൊ ഞാൻ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇനാഗുറേഷനോ ഫംഗ്ഷനോ പോകുമ്പോൾ ഈ പാട്ട് അവിടെ ഇടും. പാട്ട് പോട്ടെ, ആ സമയത്ത് നാദരുടെ എക്സ്പ്രഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത്. എത്ര വട്ടം റിവൈൻഡ് ചെയ്ത് കണ്ടതാണ്. ഞാൻ കാണാറില്ല. ഞാൻ ആകെപ്പാടെ റിമിക്സ് ആണ്. ഞാൻ എൻ്റെ ഓൺ വോയിസ് കാണാറില്ല. ഞാൻ ഇപ്പോഴും ബിഗ് ബോസിന്റെ എപ്പിസോഡൊക്കെ ഞാൻ വരുന്ന പോസ്റ്റ് എത്തുമ്പോൾ ഞാൻ സ്കിപ്പ് അടിക്കും. എന്താണെന്നറിയില്ല, നമുക്കത് പറ്റില്ല ഉൾക്കൊള്ളാൻ. ഞങ്ങൾക്കത് രസമായിരുന്നു. ഞങ്ങൾ നല്ല ഇൻട്രസ്റ്റോടെ കണ്ടുകൊണ്ടിരുന്നതാണ് നാദിറേനെ. ഒരുപാട് ഇഷ്ടത്തോടെ കണ്ടിരുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരുപാട് ഫാൻ ബേസ് വന്നിട്ടുണ്ടേ. ഉണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ളത്. മുൻപ് വന്ന ആളുകളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മേഖലയിലെ ആളുകൾക്കൊക്കെ തന്നെ ഒരു അക്സെപ്റ്റൻസ് കിട്ടും. പക്ഷെ എനിക്കൊരു വൈഡ് അക്സെപ്റ്റൻസ് ആണ്. എനിക്ക് ജെൻഡർ അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് അല്ല, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർ, യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അമ്മമാര്, കൊച്ചു കുട്ടികൾ, എനിക്കത് ഏറ്റവും സ്നേഹം അതാട്ടോ. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പം അമ്മയെക്കാളും ആദ്യം മനസ്സിലാക്കുന്ന കുട്ടിയായിരിക്കും. ഇതോ നാദറ ചേച്ചി അല്ലേ എന്നൊക്കെ ഞാൻ കാണുമല്ലോ നമ്മളത്. അപ്പൊ കുട്ടികളുടെ മനസ്സിലൊക്കെ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ നമുക്കൊരു
ചിലപ്പോൾ സിനിമ ചെയ്താലൊക്കെ സംഭവിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അവരുടെ ഒരു വീട്ടിലൊരാളെ പോലെ അവർക്ക് ഫീൽ ചെയ്യിപ്പിച്ചത് മേ ബി ഈ റിയാലിറ്റി ഷോയുടെ ഭാഗമായതുകൊണ്ടായിരിക്കാം. ശരിക്കും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു എപ്പിക് സംഭവമായിരുന്നു. നാദര ഫാമിലിയായിട്ട് യുണൈറ്റഡ് ആയി. ഫാമിലി എന്ത് പറയുന്നു? അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. അത് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. ബിഗ് ബോസ് അതിനൊരു കാരണമായി. വിശാഖേട്ടനൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ ബോളിവുഡിലൊക്കെ ചെന്ന് തിളങ്ങി നിൽക്കുകയെന്ന് തന്നെ പറയാം അല്ലേ? പതിയെ ആദ്യത്തെ ഷാബാസ് മിത്തു ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കങ്കണ റണൗത്തും കൂടെ എമർജൻസി ചെയ്യുകയാണ്. അതും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു, എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? ഓഡിഷൻസ് വഴിയാണ്. ഓഡിഷൻസ് വഴി. അവിടേക്ക് ഈ ഓഡിഷൻ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോഴും അത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോകാൻ കാരണവും ഓഡിഷൻ കൾച്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് പല ടൈപ്പ് ക്യാരക്ടേഴ്സിന് ഓഡിഷൻസ് അയച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പോൾ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്, അതും ഈ പറഞ്ഞ പോലെ ഓഡിഷൻസ് വഴി തന്നെയാണ്. ഹിന്ദീസ് യഷ്രാജിൻ്റെ കൂടെ. അപ്പോൾ അതും ഓഡിഷൻ വഴിയാണ്. അപ്പോൾ ആ ഒരു സ്പേസ് എപ്പോഴും അവിടെ ഓപ്പൺ ആണ്. ഇവിടെ ഇല്ലാത്ത ഒരു വലിയൊരു കാര്യം അത് ഈ ഓഡിഷൻ കൾച്ചർ മാറ്റമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു പക്ഷേ പറഞ്ഞ സത്യം, കാരണം നമ്മൾ ഓഡിഷൻസ് നമുക്കൊരു സ്പേസ് ഉണ്ട്, നമുക്ക് പക്ഷെ അതില്ലാത്തതുകൊണ്ടാണ് മേ ബി ഇപ്പൊ സാർ എൻ്റെ അത് കണ്ടിട്ടല്ലേ നമ്മളെ വിളിച്ചത്, അല്ലെങ്കിൽ ഓഡിഷൻ ചെയ്തപ്പം സാറിന് ഓക്കെ എന്ന് തോന്നി എടുത്തു. അപ്പൊ ഇതുപോലെ മേ ബി ചില സിനിമകൾ ഓഡിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നമുക്ക് തെളിയിക്കാൻ പറ്റും. പക്ഷേ ഈ യങ് ബ്രീഡ് ഓഫ് ആക്ടേഴ്സ് വളരെ റെഡിയാണ്. ഇപ്പോൾ ഹൃദയത്തിന്റെ സമയത്ത് നമ്മൾ ഓഡിഷൻസ് വെച്ചപ്പോൾ മനസ്സിലായി എന്തോരം ആക്ടേഴ്സ് അവിടെ വന്നത്. സോ മെനി ഗുഡ് ആക്ടേഴ്സ് ഹു കെയിം. അതിൽ സെലക്ട് ആയ മിക്ക ആക്ടേഴ്സും ഫസ്റ്റ് ടൈമേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ഫിലിം ചെയ്യുന്ന ആക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഹങ്കർ ആക്ടേഴ്സിന് മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ ഫിലിം മേക്കേഴ്സും അത് ആഗ്രഹിച്ചവർ പക്ഷേ പുതിയ ആക്ടേഴ്സും അതുപോലെ തന്നെ പുതിയ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പെർഫോമൻസസ് എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സും നമുക്ക് കാണാൻ പറ്റും. ഓഡിഷൻസ് കമ്പറ വരട്ടെ, ഓഡിഷൻസ് ഒക്കെ വന്ന് ഒരുപാട് പുതിയ ആൾക്കാർ മുന്നിലേക്ക് വരട്ടെ. നാദര ഇതൊന്നുകൂടെ എടുത്തു പറയുന്നു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കണ്ടിട്ടെങ്കിൽ ആളുകൾ വിളിച്ചാലോ, അത്രേ ഉള്ളൂ. അതെ, ഇത് കണ്ട് വിളിക്കട്ടെ അല്ലേ? ഇത് കണ്ടൊരു മാറ്റം വരട്ടെ, വലിയൊരു ഡിഫറൻസ് വരട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഒന്ന് എമർജൻസിയുടെ സെറ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറയാം, കങ്കണയായിട്ടുള്ള ഒരു അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്, ഇറ്റ് വാസ് റിയലി ഫൺ. നമ്മൾ ഇവിടെ മലയാളത്തിൽ നിന്ന് പെട്ടെന്ന് അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കൾച്ചർ ഷോക്ക് ഉണ്ട്. പക്ഷേ ബേസിക്കലി ഫിലിം മേക്കിംഗ് സെയിം ആണ്. അവരായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ആൻഡ് ആസ് എ ഫിലിം മേക്കർ ഓൾസോ അവർ അത്യാവശ്യം വളരെ സോർട്ടഡ് ആണ്. അതിൻ്റെ കഥകൾ പിന്നെ പറയാം, അതിൻ്റെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും. ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ചോദിക്കുകയാണ്, ആ ഒരു ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാം, ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഡിഫറൻസ് വെച്ചാൽ എടോ ഇവിടെ നമുക്ക് മലയാളത്തിലാണ് അതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു റൈസ് ഒരു ചിക്കൻ കറി ആണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഒരു റൈസ് ചപ്പാത്തി ഒരു ചിക്കൻ ഒരു ഫിഷും ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടുന്നതിൻ്റെ ഒരു കുറച്ച് എക്സ്ട്രാ, അതല്ലാണ്ട് വേറെ ഒരു വ്യത്യാസമില്ല. ഈ ബിഗ് ബോസിന്റെ ഈ ലാസ്റ്റ് സീസൺ എന്ന് പറയുമ്പോൾ അപ്പോൾ മറ്റ് സീസൺസിൽ നിന്ന് ഒരുപാട് വ്യത്യാസം, അധികം പേഴ്സണൽ ഗ്രഡ്ജസ് ക്രിയേറ്റഡ് ആവാത്തൊരു സീസൺ എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ശോഭ ചേച്ചിയായിട്ടായിരുന്നു കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യാറുണ്ടോ ഏറ്റവും കൂടുതൽ ശോഭ ചേച്ചി അല്ലാതെ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ? അല്ല, എനിക്ക് തോന്നുന്നു ആ സീസണിൽ വന്ന എല്ലാവരും അടുത്തൊരു കണക്ഷൻ ഉള്ള ഒരാൾ ഞാൻ തന്നെ ആയിരിക്കും. കാരണം മേ ബി അത് ഞാനും കൂടെ എഫേർട്ട് എടുക്കുന്നു, തിരിച്ചവർ അതുപോലെ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ശോഭയായിട്ട് അകത്തിരുന്നതും പുറത്തിരിക്കുന്നതൊക്കെ സെയിം ആട്ടോ, ഭയങ്കര കൂട്ടാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസവും കൂടി വിളിച്ച് സംസാരിച്ചു. അഖിലായിട്ട് സംസാരിക്കാറുണ്ട്, റിനോഷായിട്ട് സംസാരിക്കാറുണ്ട്, എല്ലാവരുടെ അടുത്തും. സാഗർ, അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് സാഗറായിട്ട് കോൺടാക്ട് ഉണ്ടോ എന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലൊക്കെ പോയി ഒരുമിച്ച്. ഭയങ്കര ഈ പറഞ്ഞ കണക്ക് മുന്നത്തെ സീസണുകൾ വരെ, എനിക്ക് 4 വരെയുള്ള സീസൺസിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ഒത്തിരി കണ്ടസ്റ്റൻസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സീസണിൽ അങ്ങനത്തെ ഒരു പേഴ്സണൽ വൈരാഗ്യം ആർക്കും ഇല്ല. കുറച്ചും കൂടി ഫ്രണ്ട്ലി ആണ്, മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അതെ, ബെറ്റർമെന്റ് വന്നിട്ടുണ്ട്. എല്ലാവരും തമ്മിൽ കാണുന്നു, സംസാരിക്കുന്നു, അവിടെ നടന്നത് അവിടെ വിട്ടിട്ട് നിൽക്കുന്നു. അതെ, അതാണ് വേണ്ടതല്ലേ. ഈ ഒരു റിയാലിറ്റി ഷോ നടക്കുമ്പോഴേ അവിടെ ഉള്ളൂ നമ്മൾ, അത് കഴിഞ്ഞു എന്നുള്ളതാ. ഉള്ളിൽ വെച്ച് ആ ഒരു പകയുടെ ആവശ്യമൊന്നും ഇല്ല, എനിക്കൊട്ടും ഇല്ല. അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഓൺഗോയിങ് പ്രോജക്ട്സ് പോകുന്നുണ്ടോ? ഫെബ്രുവരി ഇപ്പോൾ 9th അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുണ്ട്, ഫെബ്രുവരി 2 ഇതുണ്ട്, പിന്നെ നാദൃഷ്കയുടെ പടം അതുമുണ്ട്. നാദൃക്കോ? എനിക്ക് ജിയോ ബേബി സാറിൻ്റെ പലമ എന്നൊരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രൊഡക്ഷനിൽ ആശാ മാം ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ്, അതും ക്യാമ്പസ് മൂവിയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ മസനഗുഡി വഴി ഊട്ടി വരെ പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു. പക്ഷെ ആ സിനിമയുടെ അത് റിവീൽ ചെയ്യാറായിട്ടില്ല. അപ്പം അത് ഞാൻ കുറച്ച് സസ്പെൻസ് ഉള്ള ഒരു റോളായതുകൊണ്ട് ഏകദേശം ഊട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ കത്തിയിട്ടുണ്ട്. അതെ, ഊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പടം കത്തിയിട്ടുണ്ട്. അപ്പം അത് വരാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഓഫേഴ്സൊക്കെ ഇങ്ങനെ വരുമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു, ഞാൻ ക്യാരക്ടർ റോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. വരുന്നുണ്ട്, ഡിസ്കഷനിലൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ എല്ലാം താല്പര്യമുണ്ട് കേട്ടോ, വന്നതൊന്നും വിടാറില്ല. എന്തായാലും LLB ഒരു വൻ സക്സസ് ആവട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ അപ്കമിങ് പ്രോജക്ട്സും. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു.